വേദി 12 അങ്ങനെ കഥകളി അരങ്ങ് തകർക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഗോപിക എത്തിയത് കേട്ടോ. ആരെയും വിസ്മയിപ്പിക്കുന്ന നടന ഭാവങ്ങളിൽ അലിഞ്ഞു ചേരുകയാണ് കാണികളും. നമുക്കും തോന്നാം ആ നാട്യഭാവത്തെ സ്വയം ഒന്ന് ആവാഹിക്കാൻ. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി ഗോപിക അതൊന്ന് ആവാഹിച്ചിട്ടുണ്ട്. കണ്ടു നോക്കാം അല്ലേ എങ്ങനെയുണ്ട്. തീർച്ചയായും ഒരിക്കൽ എനിക്കെന്റെ മുഖത്തും മനയോല തേച്ച് വേഷം ചമയണം. തിരശീല വഴിമാറുമ്പോൾ കളിവിളക്കിന് പിന്നിൽ ആടിയമരണം. ഭാവമുദ്രകളാൽ മെനഞ്ഞെടുത്തൊരു കഥകളിയാട്ടം. ഇതെന്തൊരു കലയാണ്. കണ്ടിരിക്കെ അടുത്ത മോഹമുള്ളൂ. വേഷമൊരുക്ക് അടുത്ത് കാണണം, വിസ്തരിച്ച് കേൾക്കണം. ഇത് രാവണൻ്റെ വേഷമാണ് പറഞ്ഞല്ലോ. പിന്നെ ദുര്യോധനൻ അങ്ങനെയുള്ള വേഷങ്ങൾ ഈ കത്തി വേഷത്തിൽ വരുന്നത്. പിന്നെ പച്ചവേഷം ആണ് പിന്നെ വരിക. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഫുള്ള് ഗ്രീനായിരിക്കും. ഇത് മാത്രം ചുട്ടിങ്ങനെ. ഇത് നമ്മൾ കളറുകളല്ല, മനയോല പറഞ്ഞ സ്റ്റോണാണ്. അത് നമ്മൾ വെളിച്ചെണ്ണയിൽ അരച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെ. ഇതിൽ കട്ടനീലം പറഞ്ഞ സാധനം ചേർക്കുമ്പോൾ ഗ്രീനാവും. പിന്നെ അതിൽ ഈ റെഡ് ആക്കുന്നത് ഈ മഞ്ഞയിൽ ഈ പണ്ട് കാലത്തും ചായയിലും പറഞ്ഞ സ്റ്റോൺ ഇതേപോലത്തെ സ്റ്റോൺ കിട്ടിയിരുന്നു. അപ്പോൾ അത് കിട്ടാല്ല, അതുകൊണ്ട് അത് ഭയങ്കര കോസ്റ്റ്ലി സാധനം കിട്ടാല്ല. അപ്പോൾ പിന്നെ നമ്മൾ റെഡ് ഓക്സൈഡ് പറഞ്ഞ സാധനം ഇതിൽ ചേരുമ്പോഴാണ് ഈ കളർ വരുന്നത്, റെഡ്. പിന്നെ നമ്മൾ മഷി സാധാരണ വിളക്കിൽ ഓടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുരാതന രീതിയിൽ തന്നെ ചെയ്യുന്നത്. വീണ്ടും വേദിയിലെത്തുമ്പോൾ രാവണനാട്ടം കഴിഞ്ഞ് അവൾ ഇറങ്ങി വരുന്നു. എന്നിലേക്കാണത് അവസാനിച്ചത്.